അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബീഫ് ഫ്രൈ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്, അതായത് ബീഫ് കഴിക്കുന്നവർക്ക്. പക്ഷേ ബീഫ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, എന്നാൽ അതിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ ചെയ്യാനും ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇന്നൊരു ചിക്കൻ കൊണ്ട് അടിപൊളി ബീഫ് ഫ്രൈയുടെ അതേ രീതിയിൽ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്തത് നോക്കാം. അപ്പം നമ്മൾ ഏകദേശം 1 കിലോ കോഴിയുണ്ട്, എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ഒരു മീഡിയം രീതിയിലാണ് അത് പീസാക്കിയിരിക്കുന്നത്. പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളൊരു ചെറിയ കോഴിയാണ് മേടിച്ചത് കേട്ടോ, അത് മൊത്തം എടുത്തിട്ടുണ്ട്, ഏകദേശം 1 കിലോ അടുത്തുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അടുത്തതും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ എടുത്താൽ മതി. ബാക്കി പിന്നീട് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി അതങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കും. കുരുവൊക്കെ വേണ്ടിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പിറക്കി കളയണം. ഇനിയും വേണ്ടത് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇളക്കി ആ മസാലയൊക്കെ ഇത് പിടിക്കണം, ആ രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലപോലെ പുരട്ടിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതൊരല്പസമയം ഒന്ന് മാറ്റി വെക്കുകയാണ്. എന്താണെന്നറിയോ, ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇത് വെട്ടിരിക്കട്ടെ. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ചീനച്ചട്ടിയോ കടായിയോ ഇഷ്ടമുള്ള ഒരു പാത്രം അടുപ്പത്തിട്ട് വെക്കുക. പാത്രം ഒന്ന് ചൂടായ ശേഷം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാര്യം വെളിച്ചെണ്ണ ഇപ്പം നല്ലപോലെ വേണം കേട്ടോ. ഞാനൊരു ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വേണം. കാര്യം ചിക്കൻ അത്ര ഉള്ളതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കാമെന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഉണക്കത്തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം ബീഫ് ഫ്രൈക്കാണേലും തേങ്ങാക്കൊത്തൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. അപ്പം നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പോയില്ല, ആ തേങ്ങാക്കൊത്ത് നമ്മളിങ്ങോട്ട് എടുക്കും. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 400 ഗ്രാം അളവിൽ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അത് ചതച്ചെടുത്താണ്. ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഉള്ളി ഇത്തിരി കൂടുതൽ ഉണ്ടാകുന്ന കുഴപ്പമില്ല കേട്ടോ, കാര്യം ഉള്ളി ചേർക്കുന്നത് നമുക്കറിയാമല്ലോ, നല്ല ടേസ്റ്റ് കിട്ടും ഉള്ളിക്ക്. അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളി ഇത് ബ്രൗൺ കളർ ആകണം കേട്ടോ. അപ്പോൾ അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അത് ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഇതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഐറ്റങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ഈ വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് എടുക്കുകയാണ്. ഇനിയും വേണ്ടത് പച്ചമുളകാണ്, നമ്മുടെ എരിവിന് പാകത്തിന് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ചേർക്കാന്നുള്ളേ ഉള്ളൂ. ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പ് അത് നമുക്ക് ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തില്ല, അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും വേണം ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ചേർത്തുള്ളൂ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആദ്യമേ വേണ്ട മല്ലിപ്പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എരിവ് ഉള്ള മുളക് പൊടി വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനിയും വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ ചിക്കൻ പുരട്ടി വെക്കാനായിട്ട് 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, മൊത്തം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു ഒന്ന് മൂത്ത് വരണം. ആ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറും. ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു മണം വരത്തില്ല. അപ്പോൾ അതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ചിക്കൻ എടുത്തിടുക എന്നുള്ളതാണ്. ഇതായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയി കഴിയുമ്പോൾ വേണം ഈ ചിക്കൻ എടുത്തിടാൻ. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ചിക്കനിൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണം. ഇപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ഒഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി
ഇനി ഒരു ചെറിയ കപ്പ് വെള്ളം, അതായത് ഒരു അരപ്പാത്രം എടുത്താൽ മതി. ആ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ആ, വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് ഒരു ഫ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ശരിയാകില്ല. നമുക്ക് ഒരല്പം ഉപ്പ് പൊടിയോടെ ഇട്ട് കൊടുക്കാം. കാരണം ചിക്കനെ ആയിട്ടിട്ടുണ്ട്, ഗ്രേവിക്ക് വെള്ളം ആവശ്യമുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി നമ്മൾ ആ ഗ്രേവിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി നിലയ്ക്കും. നമ്മളിനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് മീഡിയം തീയിൽ അങ്ങോട്ട് ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കണം, ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ചിക്കൻ കറിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്തിരി ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മസാലയുടെ കുറവുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കും. എരിവിന് പാകത്തിന് ഒരല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ആ, ഒരല്പം മസാലപ്പൊടി കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് അപ്പോൾ ആവശ്യത്തിന് ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മസാലയോടെ നമ്മൾ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ ഒരല്പം സോയാ സോസ് ചേർക്കുകയാണ്. കാരണം ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ സോസ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആ സോയാ സോസ് അങ്ങോട്ട് വെച്ച് കൊടുക്കും. താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി നല്ലപോലെ ഇളക്കി കുറച്ച് സമയം ഇനി അടുപ്പത്തിരിക്കണം. എന്നാലേ ഇത് ഫ്രൈ ആകത്തുള്ളൂ. ഇതിപ്പോൾ ചിക്കൻ റോസ്റ്റായിട്ടാണ്. ഇനി അത് ഫ്രൈ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ബീഫ് ഫ്രൈയുടെ ആ ഒരു രീതിക്കൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇത് അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ, എന്നാൽ മാത്രമേ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ചിക്കനൊക്കെ വേഗം ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വേണേലും റെഡി ആകട്ടെ. ഇത് നല്ല ടേസ്റ്റാണ്. ഒരല്പസമയം കൂടെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് അടുപ്പത്തിരിക്കുന്തോറും ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ചെറിയ തീയിൽ ഇങ്ങനെ, വിറകടുപ്പാണെങ്കിൽ നല്ലതാണ്. ചെറിയ തീയിൽ തന്നെ അത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഈ രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന. ഇനി ഇതങ്ങ് നിർത്താം. ചിമ്മാലിൻ്റെ ഇലയും കൂടെ എൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ചിക്കൻ ഇവിടെ അങ്ങോട്ട് വെക്കും. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ആരുമല്ല, എൻ്റെ മകൻ തന്നെ. എൻ്റെ മോന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുന്നത്. സാധാരണ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, മസാലയൊക്കെ പരത്തി എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്ത്. ഇതിങ്ങനെ ചെയ്തതെന്നു വെച്ചാൽ നമുക്ക് എണ്ണ ലാഭമുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു പക്ഷേ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ രീതി ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ വിളിക്കുന്നു, വാ കഴിച്ചു. അവന് ഞാൻ പറഞ്ഞില്ല, അവന് വലിയ ഇഷ്ടമാണ് ഇത്. കഴിച്ചു. പുട്ടും ചിക്കൻ, പുട്ടും ചിക്കൻ നല്ല കോമ്പിനേഷൻ. ആടി ഇച്ചിരി പുട്ടെടുക്കുക. ഇത് കഴിച്ചു നല്ല ചൂട് ചിക്കൻ. ചൂട് ചിക്കനും അരി കൊണ്ടുള്ള ഉപ്പുട്ടും കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. പൊളിയായിട്ടോ അല്ലേ? സൂപ്പർ ടേസ്റ്റ്. കഴിച്ചോണ്ടിരിക്കാനേ തോന്നും. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ ചെയ്തത് എന്നാന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഒരു പക്ഷേ ഈ ബീഫ് ഫ്രൈ ഒക്കെ കണ്ടിട്ടില്ലേ ഹോട്ടലിലൊക്കെ, നല്ല കറുത്ത് നല്ല ഇതായിട്ടിരിക്കുക. ഇപ്പം പലർക്കും അത് ഇഷ്ടമുള്ള ബീഫ് കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. പക്ഷേ ബീഫ് കഴിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അവർക്ക് പറ്റും. അപ്പം ഇത് ഗ്രേവി ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എരിവും അല്ല കറക്റ്റ്, ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതേ രീതി ചെയ്തു കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ടേസ്റ്റ്. നല്ല രുചികരമായ ഒരു ഐറ്റമാണിത്. തീർച്ചയായിട്ടും ചിക്കൻ മേടിക്കുമ്പോൾ ഈ രീതിക്ക് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, നിങ്ങൾക്കത് മനസ്സിലാവും. കഴിച്ചിട്ട് പറയും നല്ല അടിപൊളി സാധനമാണ്. ഞാനല്ല പറയുന്നത്, എല്ലാവരും സാർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അല്ലേ? അതെ. നീ എന്ന് പറയാം, പുതിയതായിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ പെട്ടെന്ന് വരാം. ബൈ. ഇത് ചെയ്തു നോക്കണേ.